ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ VJR. മക്കളെ, എന്തൊക്കെയുണ്ട്? നമ്മുടെ പരീക്ഷ അങ്ങോട്ട് അടുക്കാണ്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്ററാണ് നെഗറ്റീവ് നമ്പേഴ്സ് അല്ലെ. അതായത് ന്യൂനസംഖ്യകൾ എന്ന് പറഞ്ഞ പോർഷൻ. അവിടെ നിന്ന് ടെക്സ്റ്റ് ബുക്കിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ഒറ്റ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ വേഗം ക്ലാസ് കാണുന്നതിന് മുമ്പ് തന്നെ താഴെ ലൈക്ക് ബട്ടൺ ചെയ്ത്, അതുപോലെ തന്നെ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് സെക്ഷനിൽ സാറിന്റെ ഫീഡ്ബാക്കുകളൊക്കെ ഇടട്ടോ. അപ്പൊ ഒരേ പൊളി നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് സെറ്റ് ആക്കി എടുക്കാം, അടിപൊളിയാക്കി എടുക്കാം. അപ്പൊ ഇന്ന് എങ്ങനെയാ പഠിച്ചല്ലോ, നമുക്ക് റെഡി അല്ലേ? അപ്പൊ അതാ നോക്കിക്കോ, ക്വസ്റ്റ്യൻ ഇതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ വിചാരിക്കും, പക്ഷെ ചെറിയ ചെറിയ ട്വിസ്റ്റുകളുണ്ട്. ആ ട്വിസ്റ്റുകളൊക്കെ നിങ്ങൾ മാറി കടന്നേ പറ്റത്തുള്ളൂ. കാൽക്കുലേറ്റ് y when x is taken as 2 minus 2 1/2 minus 1/2. എന്താ അവർ പറഞ്ഞത്? ഇൻ ദ ഇക്വേഷൻ y is equal to 1/x. അതായത് ഇവർ പറയാണ് എക്സിന് ഈ വിലകളൊക്കെ കൊടുക്കുക, എന്നിട്ട് വൈന്റെ വില കാണാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് എക്സിന് 4 വിലകൾ കൊടുക്കാനുണ്ട്, ഓരോന്ന് 1/1 ആയിട്ട് കൊടുക്കണം എന്നാ കുഞ്ഞോനെ പറഞ്ഞേക്കുന്നത്. ആദ്യം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് y is equal to 1/x കൊടുക്കേണ്ടത്. y is equal to 1/x എന്ന് പറയുന്ന അതിലേക്കാണ് കൊടുക്കേണ്ടത്. ആദ്യം ഞാൻ കൊടുക്കാൻ പോകുന്നത് എക്സിന് 2 എന്ന് പറയുന്ന വിലയാണ്. എക്സിന് എത്ര വിലയാണ് കൊടുക്കുന്നത് നോക്ക്, 2. അപ്പൊ എക്സ് ഉള്ളടത്ത് 2 കൊടുത്താൽ മതി കുഞ്ഞോനെ. എക്സ് is equal to 2. ഞാൻ ഇവിടെ ഇതാല്ലേ, ഇതൊന്ന് താത്തി ഇതാ, എന്നാലും അതിന്റെ ഒരു ഭംഗി അല്ലേ. ഓക്കെ, എക്സ് 2 കൊടുക്കും കുഞ്ഞോനെ. വേടാ എക്സ് ഉള്ളത്, എക്സ് എവിടെ ഉള്ളത്? താഴത്തല്ലേ. അപ്പൊ ദാ ഇവിടെ വൈന്റെ വാല്യൂ ഒരേ പൊളി കിട്ടും നമുക്ക്. ഈ എക്സ് ദാ ഏത് എക്സ് 2 കൊടുക്കണം ഈ എക്സ് ഉള്ളടത്ത്. അപ്പൊ എന്ത് ചെയ്യണം, 1/2. നമ്മുടെ ഉത്തരം ഒരേ പൊളി എന്ന് പറഞ്ഞ കമന്റ് ചെയ്ത്. എങ്ങനെയുണ്ട്? ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ റെഡിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ല, -2. ഇനി അതുപോലെ തന്നെ എക്സിന് -2 കൊടുത്തേ. എക്സിന് -2 കൊടുക്കണം. എടാ എക്സിന് -2 കൊടുക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? ആ എക്സ് ഉള്ളടത്ത് ഡയറക്റ്റ് അങ്ങോട്ട് -2 കൊടുക്കാം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതാണ്, y is equal to 1/x വൈന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ y is equal to 1/x വൈന്റെ വാല്യൂ ചോദിച്ചാൽ എക്സ് ഉള്ളടത്ത് -2 കൊടുക്കാം. അപ്പൊ y is equal to എവിടെയാണ് എക്സ് ഉള്ളത്? ഇവിടെയാണ് എക്സ്. ആ എക്സ് ഉള്ളടത്ത് മുകളിലുള്ള y -2 കൊടുക്കാം. അപ്പൊ 1/-2. നിങ്ങൾ ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. 1/-2 എന്ന് പറഞ്ഞാലും y is equal to -1/2 എന്ന് കോമൺ എഴുതിയാലും ശരിയാട്ടോ. അതായത് താഴെയുള്ള സാധനം നമുക്ക് ഒറ്റതിൽ എഴുതാം, ഒറ്റതിലിട്ട് എഴുതിയാൽ യാതൊരു തെറ്റുമില്ല, ശരിയാണ്, പെർഫെക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 2 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്തത് എക്സിന് കൊടുക്കേണ്ട വില 1/2 ആണ്. ഞാൻ അടുത്ത പേജ് എടുക്കാം, ഇങ്ങനെ ഇവിടെ ഇതാക്കണ്ട, അടുത്ത പേജ് എടുക്കാം. അടുത്ത പേജിൽ എക്സിന് 1/2 ആണ് കൊടുക്കുന്നത്. x is equal to 1/2. സിമ്പിൾ ആണ്. y വാല്യൂ ഏതാ? 1/x. എക്സ് ഉള്ളോടത്ത് 1/2 കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. എക്സ് ഉള്ളോടത്ത് എവിടെ എക്സ് ഉള്ളത്? ഇവിടെ താഴത്താണ് എക്സ് ഉള്ളത്. ആ എക്സ് ഉള്ളോടത്ത് ഈ 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതേ കണ്ടോ, y is equal to 1/, ഇവനെ പിടിച്ചിട്ട് ഇവിടെ വെച്ചു. എവിടെ? അവിടെ താഴെ തന്നെ വെക്കണം കേട്ടോ. അപ്പൊ 1/2 കണ്ടോ, അട്ടിക്ക് നിൽക്കുന്നത്. അങ്ങനെ അട്ടിക്ക് നിൽക്കണം. കാര്യം എക്സ് ഉള്ളോടത്ത് നമ്മൾ 1/2 കൊടുത്തപ്പോൾ അങ്ങനെ വരാം. ഇനി എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. 1/1/2 എന്ന് പറയുമ്പോൾ ഈ ചെങ്ങായിനെ നേരെ മുകളിലേക്ക് ഇടുക. ഓ മുകളിലേക്ക് കയറി വരുമ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഒരാളും വെറുതെ മുകളിൽ കയറൂല. എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടാവും. ഒരിക്കലും ഡയറക്റ്റ് മുകളിലേക്ക് ഇടുമ്പോൾ നിങ്ങൾ ഇതിന്റെ ഉത്തരം എങ്ങനെ ചെയ്യേണ്ടത് അറിയോ? ആദ്യം ഒന്ന് ഇതാ, അതേതൊന്നാ? ഈ ഒന്ന്. എന്നിട്ട് ഇവനെ പിടിച്ച് മുകളിലേക്ക് ഇടുമ്പം ചിഹ്നം ജസ്റ്റ് ഒന്ന് മാറും, ഇൻറ്റു ആവും. അത് നിങ്ങൾ പഠിക്കണം. റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ എന്നാണ് അതിന്റെ പറയാ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ചങ്ങായി ഒരേ പൊളി മുകളിലേക്ക് കയറുമ്പോൾ ഇൻറ്റു ആകും. ഇൻറ്റു ആവുക മാത്രമല്ല, ഈ ചങ്ങായി ഒന്ന് താഴത്തിറങ്ങും, ഈ 2 മുകളിൽ കയറും. അതിന്റെ പേരാണ് റെസിപ്രോക്കൽ. വ്യൂൽക്രമം കൊണ്ട് ഗുണിക്കുക എന്നാണ് പറയാ. അപ്പൊ നിങ്ങൾ പഠിച്ചു വെച്ചോ, 1ായ നമ്പർ എഴുതുന്നു, ചിഹ്നം മാറ്റുന്നു, കാര്യം താഴ്ത്തുന്ന ഒരാൾ കയറി വരാനുണ്ട്. ഈ 2 മുകളിൽ കയറി വരും. അപ്പം 2 മുകളിൽ കയറി. ഈ 1 എവിടെ ഇറങ്ങും? താഴത്തിറങ്ങും. അപ്പൊ 2/1. 2/1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, 2/1 പറഞ്ഞാൽ 2 ആണ്. ഇനി 1x2 പറഞ്ഞാൽ 2 തന്നെയാണ്. അല്ലെങ്കിൽ വെട്ടാനൊക്കെ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ ഇതൊക്കെ വെട്ടാം. അപ്പൊ ആൻസർ അതെ, 2 ഈസ് ദ ആൻസർ. ഒരേ പൊളി എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യാം. ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിച്ചങ്ങോട്ട് കേട്ടിക്കോ. അടുത്തൊരു ചോദ്യം കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. എക്സ് ഈക്വൽ ടു ഏതാ കൊടുക്കേണ്ട? എക്സിന് കൊടുക്കേണ്ട വില ഏതാണ് കുഞ്ഞോനെ? -1/2 ആണ് കേട്ടോ, ശ്രദ്ധിച്ചിരിക്കണേ. -1/2 ഒരേ പൊളി. -1/2 ആണ് എക്സിന് കൊടുക്കേണ്ടത്. വൈന്റെ വില ഏതാന്ന്? y is equal to 1/x. ആ എക്സ് ഉള്ളടത്ത് ഇവിടെ ഈ വില കൊടുക്കുക. കണ്ടോ, മൈനസ് ഉണ്ട്, പുതിയൊരു മാറ്റം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? y is equal to എന്താ ചെയ്യണം? y is equal to 1/, ഇവനെ പിടിച്ച് കൊടു
-1/2. എക്സിലെടുത്ത് -1/2 കൊടുത്തു. സെറ്റ് അല്ലടാ. ഇനി എന്താ നിങ്ങൾ ചെയ്യണമെന്ന് അറിയാം? നേരത്തെ പോലെ തന്നെ റെസിപ്രോക്കൽ മുകളിലേക്ക് കയറ്റുക. ആരെ മുകളിലേക്ക് കയറ്റണം? ഇവനെ ഒരേ പൊളി മുകളിലേക്ക് കയറ്റുന്നു. മുകളിലേക്ക് കയറ്റുന്നതിന്റെ കൂടെ തന്നെ ചിഹ്നം മാറും ചെയ്യും. ഇവൻ താഴത്തിറങ്ങും, ഇവൻ രണ്ടാളും താഴത്തിറങ്ങല്ല. ഒരാൾ മുകളിൽ കയറും, ഒരാൾ താഴത്തിറങ്ങും. ഒന്ന് താഴത്തിറങ്ങും, ഈ രണ്ട് മുകളിൽ കയറും. ആ മൈനസ് അങ്ങനെ നിന്നോട്ടോ കേട്ടോ. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്താ നമ്മൾ ചെയ്യാം? y = 1 ഇൻറ്റു, ഞാൻ പറഞ്ഞു ഇയാൾ മുകളിൽ കയറാന്ന് കാണുമ്പോൾ തന്നെ ഇൻറ്റു ഇട്ടേക്കണേ. റെസിപ്രോക്കൽ എടുക്കാന്ന് കാണുമ്പോൾ തന്നെ ഇൻറ്റു ഇട്ടേക്കണേ. രണ്ടായ നമ്പർ എവിടെ ഇറങ്ങും? രണ്ടായ നമ്പർ മുകളിൽ കയറും, ഒന്നായ നമ്പർ താഴത്തിറങ്ങും. ആ മൈനസ് ഇടണം ആദ്യം കേട്ടോ. മൈനസ് ഇട്ട് വെക്കുക. എന്നിട്ട് 2 മുകളിൽ കയറി, 1 താഴത്തിറങ്ങി. 2/1. ഞാൻ പറഞ്ഞിരുന്നു ഇതും വെട്ടുന്നു. അപ്പൊ നമ്മുടെ ഉത്തരം ലാസ്റ്റ് ബാക്കി വന്നിരിക്കുന്നത് മൈനസ് ഉണ്ട്. മൈനസ് ഇടാൻ മറക്കല്ലേ. -2. നമ്മുടെ ഉത്തരം ഒരേ പൊളി. സെറ്റ്. ആൻസർ -2. സെറ്റ് അല്ലടാ. അപ്പൊ എന്താ ചെയ്തത്? ആദ്യം ഇവര് പറഞ്ഞു എക്സിന് 2 കൊടുക്കും. അപ്പൊ നമ്മൾ കൊടുത്തപ്പം 1/2 വൈന്റെ വില കിട്ടി. പിന്നെ ഇവർ പറഞ്ഞു എക്സിന് -2 കൊടുക്കും, കിട്ടി. ഇനി അതുപോലെ തന്നെ നിങ്ങളും ചെയ്യാം. എക്സിന് -3 വരുമ്പോൾ വൈന്റെ വാല്യൂ എത്ര? താഴെ കമന്റ് സെക്ഷനിൽ ഫീഡ്ബാക്കിന് കൂടെ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്കാണ് ഞങ്ങൾക്ക് വേണ്ടത്. കാര്യം നിങ്ങളുടെ ഫീഡ്ബാക്കോട് കൂടിയാണ് ഞങ്ങൾ വീണ്ടും ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ ക്ലാസ്സുകൾ ക്ലിയർ ആണ്, അടിപൊളിയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ആൻസറിന്റെ കൂടെ ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. ഫീഡ്ബാക്ക് ഇടുന്ന കുട്ടികളുടെ കമന്റ്സ് ഒക്കെ ഞാൻ വായിക്കാറുണ്ട്. ഭയങ്കര സന്തോഷമാണ്, ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ. അപ്പൊ ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. താഴെ കമന്റ് സെക്ഷനിൽ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരേ പൊളി. ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനിയും ലൈക്ക് ചെയ്യുക, അതുപോലെ ഫീഡ്ബാക്ക് ഇടുക. അതോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.